സംസ്ഥാനത്ത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തത്. നിയമം അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതാണ്. ആ മണ്ഡലത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുകയുമാണ്. ഇതിനോടകം ഏറ്റവും കൂടുതൽ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നിയമമണ്ഡലത്തിൽ വിവാദങ്ങൾക്ക് മൂർച്ച കൂടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തുടങ്ങിയതാണ് നിയമമണ്ഡലത്തിലെ വിവാദങ്ങൾ. BJPക്ക് ആകെയുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ച വി ശിവൻകുട്ടിക്കെതിരെയാണ് ആരോപണങ്ങളിൽ കൂടുതലും. സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ തുടങ്ങി ഡീൽ ആരോപണങ്ങളിലൂടെ വിവാദങ്ങൾക്ക് തുടക്കമായി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലായിരുന്നു പ്രധാന തർക്കം. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയിലും വിവാദങ്ങൾ തിളച്ചു. സ്വത്തുവിവരം കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെയും LDFന്റെയും ആരോപണം. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് അഘോരി സന്യാസിമാർ എത്തിയതും ചർച്ചയായി. സർക്കാർ മുദ്ര പതിപ്പിച്ച മന്ത്രിയുടെ ലെറ്റർ പാഡിൽ വി ശിവൻകുട്ടി വോട്ടഭ്യർത്ഥിച്ചത് അടുത്ത വിവാദത്തിന് വഴിവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നേതാക്കൾ പരാതി നൽകി. തൊട്ടുപിന്നാലെ തൊഴിൽ വകുപ്പിലെ 90ഓളം ഉദ്യോഗസ്ഥരെ മന്ത്രി കൂടിയായ ശിവൻകുട്ടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. മന്ത്രിക്കെതിരെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ഏറ്റവും ഒടുവിൽ നിയമത്തെ വികസന ചർച്ച വിവാദമായി മാറി. മന്ത്രി വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ സംവാദത്തിന് വെല്ലുവിളി. നാളെ മന്ത്രി വി ശിവൻകുട്ടി സംവാദത്തിനായി രാജീവ് ചന്ദ്രശേഖറിന് സമയം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിയമത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം വിവാദങ്ങളും കൊട്ടിക്കയറുകയാണ്. ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.